എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഫോർ ഇക്കണോമിക് അനാലിസിസ് എന്ന പേപ്പറിൻ്റെ ഒരു ടോപ്പിക്കായ ടൈം സീരീസ് അനാലിസിസ് എന്ന ഭാഗത്തെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിൽ ഒരുപാട് ചാപ്റ്ററുകൾ മുന്നെടുത്തതാണ്. ഞാൻ എടുക്കുന്നത് ഈ ടൈം സീരീസ് അനാലിസിസ് എന്ന ഒരു ടോപ്പിക്ക് മാത്രമാണ്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് ആവുക നമ്മുടെ സിലബസിലെന്ന് ആദ്യം നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ടൈം സീരീസ് അനാലിസിസിൻ്റെ 3 ഭാഗമായി തിരിച്ചിട്ടുണ്ട്. ഇതിൽ വരുന്ന കോമ്പോണൻറ്റ്സ്. ഓക്കെ, ഫസ്റ്റത്തത് ഇൻട്രൊഡക്ടറി പാർട്ടാണ്. അതിൽ കോമ്പോണൻറ്റ്സ് ഓഫ് ടൈം സീരീസസ് അഥവാ ടൈം സീരീസ് അനാലിസിസ് എന്താണ്, ടൈം സീരീസ് അനാലിസിസ് എക്കണോമിക്സ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, പിന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസ്, എന്തുകൊണ്ടാണ് ടൈം സീരീസ് നമ്മളിതിൽ പഠിക്കുന്നത്, എന്താണ് ടൈം സീരീസ് എന്നൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള അതിൻ്റെ ഇൻട്രൊഡക്ടറി പാർട്ടാണ് വരുന്നത് കോമ്പോണൻറ്റ്സ് ഓഫ് ടൈം സീരീസസ്. പിന്നെ മെഷർമെൻറ്റ് ഓഫ് ടെൻഡൻസി ബൈ മൂവിങ് ആവറേജ്, അഥവാ ഈ 4 കോമ്പോണൻസിൽ ട്രെൻഡ് എന്ന ഒരു അതിൽ ഒന്നാമത് ഒരു കോമ്പോണൻ്റാണ് ട്രെൻഡ്സ്. ഈ ട്രെൻഡിനെ കുറിച്ച് നമ്മളൊന്നും കൂടി വൈഡായിട്ട് പഠിക്കുന്നതാണ് അടുത്ത 2 വരുന്നത്. ഓക്കെ, ദ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർസ്. അങ്ങനെ 3 ഭാഗമായിട്ടാണ് ഈ ടൈം സീരീസ് അനാലിസിസിനെ നമ്മൾ ഈ ചാപ്റ്ററിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം എന്താണ് ഈ ടൈം സീരീസ് അനാലിസിസ് അല്ലെങ്കിൽ ടൈം സീരീസ് ഫോർ ഇക്കണോമിക്സ്, ടൈം സീരീസസ് ഫോർ ഇക്കണോമിക്സ്. അപ്പോൾ അത് പഠിക്കുന്നതിന് മുമ്പ് എന്താണ് ഈ ടൈം സീരീസസ് നമുക്കറിയണം. നമ്മൾ ഇത് ഒരുപാട് ഉപയോഗിക്കുന്നൊരു ഭാഗമാണ്. ഒരുപാട് ഇപ്പോൾ കഴിഞ്ഞ സെമസ്റ്ററിലാണെങ്കിലും അല്ലെങ്കിൽ ഈ സെമസ്റ്ററിൽ തന്നെ ഒരുപാട് ഭാഗത്ത് നമ്മൾ ഈ ഒരു കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇത് ടൈം സീരീസ് ആണെന്നുള്ളത് നമുക്കറിയില്ല എന്നുള്ളൊരു കൺഫ്യൂഷനുള്ളൂ. അല്ലെങ്കിൽ പലർക്കും ചിലപ്പോൾ അതറിയാമായിരിക്കും. അപ്പോൾ എന്താണ് ഈ ടൈം സീരീസ് എന്ന് നോക്കാം നമുക്ക്. അപ്പോൾ അതിന് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ തരാം. ഇതിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമുക്കറിയാം കോവിഡ്. ഈ കോവിഡിൻ്റെ കൺഫേംഡ് കേസും ടോട്ടൽ ഡെത്തും ഇങ്ങനെ ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ഇതൊരു ഗ്രാഫിൽ കാണിക്കുന്നതാണ്. ഇപ്പോൾ എല്ലാ ന്യൂസ് പേപ്പറും എല്ലാ ദിവസവും ഇങ്ങനത്തെ ഒരു ഗ്രാഫ് ഉണ്ടാവും. ഓക്കെ, ഇന്ന് വരെ റിപ്പോർട്ട് ചെയ്ത കൺഫേംഡ് കോവിഡ് പോസിറ്റീവ് കേസസ്, പിന്നെ ചിലപ്പോൾ ഒരു ഗ്രാഫ് അതിൻ്റെ കൂടെ വേറെയും കൊണ്ട് വരും. ഇറ്റ് ഈസ് ടോട്ടൽ ഡെത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെ പോകുന്നു എന്നുള്ള ട്രെൻഡ് കാണിക്കാനും വേണ്ടി. അപ്പോൾ ഇതൊരു ടൈം സീരീസ് അനാലിസിസിൻ്റെ ഒരു ഭാഗമാണിത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അപ്ലിക്കേഷനാണ് ഈ കാണുന്ന ഗ്രാഫ്. അപ്പോൾ എന്താണ് ഈ ടൈം സീരീസ് എന്ന് നോക്കാം നമുക്ക്. ഈ ടൈം സീരീസ് എന്നാൽ നമുക്കറിയാം ഒരുപാട് വേരിയബിൾ എന്നാൽ എന്താണ്, മൂവിങ്, റൈറ്റ്. അതിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇത് ടൈം ടു ടൈം ആകുമ്പോൾ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ട് ചിലപ്പം ഇയർ ബൈ ഇയർ ആയിരിക്കും ചേഞ്ച് ചെയ്യുന്നത്, ചിലപ്പം മന്ത്ലി ആയിരിക്കും ചേഞ്ച് ചെയ്യുന്നത്, ചിലപ്പം ഡേ ആയിരിക്കും, ചിലപ്പോൾ അവർ ആയിരിക്കും, ചിലപ്പോൾ ബൈ സെക്കൻഡ് ഇടയ്ക്ക് ചേഞ്ച് ചെയ്യാം ഓരോ വേരിയബിൾസ്. അപ്പോൾ ഈ ചേഞ്ച് ചെയ്യുന്നതിന് നമ്മൾ വേരിയബിൾസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു ഗ്രാഫിൽ പറയുകയാണെങ്കിൽ നമുക്കറിയാം ഇവിടെ നമ്പർ ഓഫ് പീപ്പിളാണ്. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് പീപ്പിൾ എന്നാൽ കൺഫേംഡ്. ഈ ബ്ലൂ വരുന്ന പറഞ്ഞാൽ കൺഫേംഡ് ലൈൻ. ഓക്കെ, അഥവാ പോസിറ്റീവായ ഒരു ലൈനാണിത് കാണിക്കുന്നത്. ഈ റെഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡെത്ത്, നമ്പർ ഓഫ് ഡെത്താണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എക്സും വൈ ആക്സിസും എന്താണ് കാണിക്കുന്നത്, 2 വേരിയബിളാണ്. ഈ 2 വേരിയബിളിൻ്റെ റിലേഷൻ ഗ്രാഫ് രീതിയിൽ കാണിക്കുന്നതാണ് ടൈം സീരീസിൻ്റെ ഒരു ആപ്ലിക്കേഷൻ മുഖേനയാണ് കാണിക്കുന്നത്, സങ്കല്പിക്കാം. ഓക്കെ, അപ്പം ഇവിടെ നമുക്കറിയാം ഇവിടെ നമ്പർ ഓഫ് പീപ്പിളാണ്, ഇവിടെ ടൈമിങ്. ഓക്കെ, ഈ ടൈം സീരീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വേരിയബിൾ അല്ലെങ്കിൽ മറ്റേ വേരിയബിളും തമ്മിലുള്ള റിലേഷൻ, അല്ലെങ്കിൽ ആ ടൈമിനനുസരിച്ച് ഒരു വേരിയബിളുകളിൽ ഉണ്ടാകുന്ന മാറ്റത്തെയാണ് നമ്മൾ ടൈം സീരീസ് എന്ന് പറയുന്നത്. എൻ്റെ തിയറിറ്റിക്കൽ ഭാഗത്തിലേക്ക് ഞാൻ വരാം. ഓക്കെ, ഇപ്പോൾ മെയ് 1 ഇത് റിപ്പോർട്ട് ചെയ്തത് വളരെ കുറവാണ്. മാർച്ച് 1, മാർച്ച് 2 ഇങ്ങനെ പോയിട്ട് ഇപ്പം ഏപ്രിൽ 7 ആയപ്പോൾ അല്ലെങ്കിൽ മാർച്ച് 24 ഒക്കെ ആയപ്പോൾ നമുക്കറിയാം ഒരുപാട് പോസിറ്റീവ് കേസ് വന്നു ഇന്ത്യയിൽ. ഓക്കെ, പിന്നെ അങ്ങനെ കൂടി വന്നു. ഇപ്പം നമുക്കാണെങ്കിൽ ഏപ്രിൽ മെയ് ജൂണൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരുപാട് കൂടി. ഓക്കെ, അതിൻ്റെ ട്രെൻഡ് ഇങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഡെത്തും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു ഡേറ്റിനാണ് ഇത് 14, 15, 16 ഓരോ ദിവസത്തെ ട്രെൻഡാണ്. ഓക്കെ, ടൈം അതിനനുസരിച്ച് നമ്പർ ഓഫ് പീപ്പിൾ പോസിറ്റീവായതും
നമ്പർ ഓഫ് ഡെത്തും ഇവിടെ കാണിക്കാനാണ് ഈ ഒരു ഇത് ഉപയോഗിച്ചത്. ഇതിന് നമുക്ക് ശരിക്കും നമ്മുടെ ടൈം സീരീസ് അനാലിസിസിൻ്റെ ഒരു ഏറ്റവും നല്ലൊരു ആപ്ലിക്കേഷൻ ആണ് ഇത് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ വിവിധതരം ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് ഉണ്ട്, വിവിധതരം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്, കോമ്പോണൻസ് ഇൻ ടൈം സീരീസ്, അതിലേക്ക് നമുക്ക് വരാം. ഓക്കെ, അപ്പോൾ ടൈം സീരീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ, അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അടുത്ത സ്ലൈഡ് നോക്കാം. അപ്പോൾ മാത്തമെറ്റിക്കൽ പ്രസൻറ്റേഷൻ ഓഫ് ടൈം സീരീസ്. അപ്പോൾ ഈ ടൈം സീരീസ് നമുക്ക് എന്താണ് ടൈം സീരീസ് എന്ന് ചോദിച്ചാൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്ത് എഴുതണം? അപ്പോൾ ഇതിന് മുമ്പായിട്ട് ഞാൻ പറയുന്നത് നിങ്ങൾ നോട്ട്ബുക്ക് നിങ്ങളുടെ മുന്നിലുണ്ടായിരിക്കണം. ഓക്കെ, എന്നിട്ട് ഈ കാര്യങ്ങൾ നോട്ട് ചെയ്യണം. ഞാൻ ഇതിൻ്റെ സെപ്പറേറ്റ് നോട്ട് നിങ്ങൾക്ക് തരില്ല. അപ്പം എന്താണ് ടൈം സീരീസ് എന്നൊരു 3 മാർക്ക് ഷോർട്ട് ആൻസർ ചോദിച്ചാൽ നിങ്ങൾക്ക് ഇത് എഴുതാം. എ ടൈം സീരീസ് ഇസ് എ സെറ്റ് ഓഫ് ഒബ്സർവേഷൻ ടേക്കൺ അറ്റ് എ സ്പെസിഫൈഡ് ടൈംസ്, യൂഷ്വലി അറ്റ് എ ഈക്വൽ ഇൻ്റർവെൽസ്. ഞാൻ പറഞ്ഞുതരാം എന്താണ് ഈക്വൽ ഇൻ്റർവെൽസ്. മാത്തമാറ്റിക്കലി ദ ടൈം സീരീസ് ഡിഫൈൻഡ് ബൈ ദ വാല്യൂസ് ഓഫ് y1, y2, y2 etc. of a variable y times and t1, t2 dash etc. times. ഓക്കെ, അപ്പം ഇതിൽ പറയുന്നത് വെച്ചാൽ എ ടൈം സീരീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ സെറ്റ് ഓഫ് ഒബ്സർവേഷൻ ടേക്കൺ എ സ്പെസിഫിക് ടൈം, യൂഷ്വലി ഈക്വൽ ഇൻ്റർവെൽ. ഈക്വൽ ഇൻ്റർവെൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുന്നിലെ ഗ്രാഫിലേക്ക് പോയാൽ നമ്മൾ ടൈം എടുക്കുന്ന ഒരു ഈക്വൽ ഇൻ്റർവെല്ലാണ്. നിങ്ങൾക്കറിയാം Day 1, Day 2, Day 3, അഥവാ March 1, March 2, March 3, March 4 എല്ലാം ഒരു ഈക്വൽ ഇൻ്റർവെലാണ്. ഇപ്പോൾ March 10 ആണെങ്കിൽ March 10, April 10, May 10, June 10 അങ്ങനെ ഈക്വൽ ഇൻ്റർവെൽ. അല്ലാതെ March 1, March 10, March 11, March 31 അതൊരു ഈക്വൽ ഇൻ്റർവെൽ അല്ല. അപ്പോൾ നമ്മൾ ടൈം സീരീസ് നമ്മൾ എപ്പോൾ എടുക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഈക്വൽ ഇൻ്റർവെൽ ആയിരിക്കണം. ഇപ്പോൾ 1 മിനിറ്റ് ആണെങ്കിൽ 1 മിനിറ്റ്, 2 മിനിറ്റ്, 3 മിനിറ്റ്, 4 മിനിറ്റ് അങ്ങനെ എടുക്കുക. ഇനി ഇയർ ആണെങ്കിൽ 1990, 1990, 91, 92, 93 ഈക്വൽ ഇൻ്റർവെൽ. ഓക്കെ, അപ്പോൾ ഒരു ഈക്വൽ ഇൻ്റർവെല്ലിൽ ഒരു സെറ്റ് ഓഫ് ഒബ്സർവേഷന് വരുന്ന മാറ്റങ്ങളെയാണ് നമ്മൾ എന്ത് കാണിക്കുന്നത്, ടൈം സീരീസ് അനാലിസിസിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒന്ന് ശ്രദ്ധിക്കാം. നമുക്ക് മാത്തമെറ്റിക്കൽ ടൈം സീരീസ് എന്ന് പറയുമ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ എൻ്റെ ഫംഗ്ഷൻ y ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് t, അഥവാ y എന്ന് പറഞ്ഞാൽ നമുക്ക് വരുമാനം എടുക്കാം. വരുമാനം ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് t ടൈം. അപ്പം നമ്മുടെ വരുമാനം ഓരോ ടൈമിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയും. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. എനിക്ക് 2000-ൽ എൻ്റെ സാലറി 10,000 ആയിരുന്നു. ഈ 2010-ൽ 10,000 ഇന്ത്യൻ റുപ്പീസാണ്. 2011-ൽ അത് 11,000 ആയി. 2012-ൽ അത് 15,000 ആയി. 2010 അങ്ങനെ ഓരോ വർഷം കൂടുമ്പോഴും എൻ്റെ ഇൻകവും മാറുന്നു. ചിലപ്പം കൂടാം, ചില കേസിൽ കുറയാം, ചിലപ്പോൾ എന്തുണ്ടാവില്ല, മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നാലും വരുമാനവും ആ ടൈമും തമ്മിലുള്ള റിലേഷൻസ്, അതിനെയാണ് നമ്മൾ എന്ത് ഗ്രാഫിക്കിൽ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുന്നത് എന്താണ് ടൈം സീരീസ് ഇസ് എ സെറ്റ് ഓഫ് ഒബ്സർവേഷൻ ടേക്കൺ അറ്റ് എ സ്പെസിഫിക് ടൈം, യൂഷ്വലി അറ്റ് എ ഈക്വൽ ഇൻ്റർവെൽ. ഒരു ഈക്വൽ ഇൻ്റർവെല്ലിൽ ഒരു സെറ്റ് ഓഫ് ഒബ്സർവേഷനിൽ വരുന്ന മാറ്റങ്ങളെയാണ് കാണിക്കുന്നതാണ് ഇത് ടൈം സീരീസ്. നോക്കുക, ഇനി ഈ ടൈം സീരീസ് അനാലിസിസ് എക്കണോമിക്സിൽ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഒരുപാട് സ്ഥലത്ത് ഈ ടൈം സീരീസ് അനാലിസിസ് നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ട്. ഇനിയും നമ്മളത് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്കറിയാം ഇത് ടൈം സീരീസ് എന്ന് സ്പെസിഫിക് ആണെന്ന് നമുക്കറിയില്ലെങ്കിലും അത് എന്തെങ്കിലും നോക്കാം. ഈ ടൈം സീരീസ് അനാലിസിസ് ക്യാൻ ബി യൂസ്ഫുൾ ഫോർ ദ സീ ഹൗ ടു ഗിവൺ ദ അസറ്റ്, സെക്യൂരിറ്റി ഓർ എക്കണോമിക് വേരിയബിൾ ചേഞ്ചസ് ഓവർ ടൈം. ഈ ഓരോ വേരിയബിളും ഓവർ ടൈം, ഓരോ ടൈം ചേഞ്ച് എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു എന്ന് കാണിക്കുന്നതിന് ഉപയോഗിക്കാൻ ഈ ടൈം സീരീസ് അനാലിസിസ്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു എക്സാമിൻ ഹൗ ദ ചേഞ്ച് അസോസിയേറ്റഡ് വിത്ത് ചൂസ് ദ ഡാറ്റ പോയിന്റ്, കമ്പയർ ഷിഫ്റ്റ് ടു ദ അതർ വേരിയബിൾസ് ഓവർ ദ സെയിം ടൈം പീരിയഡ്. ഓക്കെ, ഇതിനെ ഏറ്റവും പിന്നെ അടുത്തത് പറഞ്ഞത് കമ്പയർ ഫോർ ദ ഷിഫ്റ്റ്. ഇപ്പോൾ ഒരു വേരിയബിൾ മറ്റു വേരിയബിളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനെ കമ്പയർ ചെയ്യാനും നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഈ ടൈം സീരീസ് അനാലിസിസ് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഭാഗത്തിലേക്ക് ഞാൻ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ടൈം സീരീസ് അനാലിസിസ് എന്താണെന്നുള്ളത്, എന്താണ് ടൈം സീരീസ് അനാലിസിസ് എന്നൊരു ഐഡിയ കിട്ടിയല്ലോ. അടുത്തത് നമുക്ക് ടൈം സീരീസ് അനാലിസിസ് ഞാൻ പറഞ്ഞു നമ്മൾ ഒരുപാട് സ്ഥലത്ത് ഉപയോഗിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ എക്സാമ്പിൾ എക്സ്ചേഞ്ച് റേറ്റ്, ഇൻട്രസ്റ്റ് റേറ്റ്, ഇതെല്ലാം നമുക്ക് ടൈം സീരീസ്. അപ്പോൾ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ബൈ സെക്കൻഡാണ് മാർക്കറ്റ് മാറ്റം വരുന്നത്. ഇപ്പോൾ നിങ്ങൾ രാവിലെ ഒരു ഡോളറിന് 75 രൂപയാണെങ്കിൽ അത് ഒരു ഉച്ചയാകുമ്പോൾ അത് 76 ആയിരിക്കും, അല്ലെങ്കിൽ 74 ആയിരിക്കും. ഒരു സെക്കൻഡ് ബൈ സെക്കൻഡ് ഇതിലേക്ക് ചെറിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു ടൈം സീരീസ് അനാലിസിസ് ആണ്. ഇൻട്രസ്റ്റ് റേറ്റ് മാറ്റം വരാറുണ്ട്. പിന്നെ സ്റ്റോക്ക് പ്രൈസ് നമ്മളുടെ അടുത്ത സെമ്മിലുണ്ട് സ്റ്റോക്ക് മാർക്കറ്റ്, അതിൽ ക്ലിയർ ആയിരിക്കും സ്റ്റോക്ക് മാർക്കറ്റ്. പിന്നെ ഇൻഫ്ലേഷൻ റേറ്റ് ഞങ്ങൾക്കറിയാം, ഇൻഫ്ലേഷൻ റേറ്റ് ഗ്രാഫൊക്കെ എങ്ങനെ പോകുന്നത് എന്നുള്ള
എന്നുള്ളത്. ഓക്കെ, ഓരോ വർഷങ്ങളും ഇൻഫ്ലേഷൻ റേറ്റ് കൂടാം കുറയാം. ഓക്കെ, ചില വർഷങ്ങളിൽ കൂടും, ചില വർഷങ്ങളിൽ GDP മാറ്റം വരാം. ചിലപ്പോൾ GDP നെഗറ്റീവിലേക്കാണ് പോകുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ലോവസ്റ്റ് ആണ്. ഒരു 15 വർഷം മുമ്പ് GDP ഹയസ്റ്റിലായിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു വേരിയേഷൻ എല്ലാം കാണിക്കുന്നത് ഈ ടൈം സീരീസ് ഗ്രാഫ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ നമ്മൾ വാട്ട് എന്നത് നമ്മൾ ക്ലിയർ ചെയ്തു, എന്താണ് ടൈം സീരീസ്. ഇനി വൈ, എന്തുകൊണ്ടാണ് നമ്മൾ ഇതിവിടെ പഠിക്കുന്നത് എന്ന് ക്ലിയർ ആക്കുക. വൈ ദ ടൈം സീരീസ് യു ആർ സ്റ്റഡിങ്. ഓക്കെ, അതിന് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഇത് 2-3 രീതിയിൽ ഇതിന് ക്വസ്റ്റ്യൻസ് വരാം ഇവിടെ. ഇമ്പോർട്ടൻസ് ഓഫ് ടൈം സീരീസ് അനാലിസിസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് ടൈം സീരീസ് അനാലിസിസ്. ഓക്കെ, അപ്പോൾ ഒരു ടൈം സീരീസ് അനാലിസിസ് പഠിക്കുന്നതിൻ്റെ മെയിനായിട്ടുള്ള ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫീച്ചേഴ്സ് ഓഫ് ടൈം സീരീസ് അനാലിസിസ് വരാം. ഓക്കെ, ഒന്നാമത്തത് നമുക്ക് നോക്കാം, റിവ്യൂ ഓഫ് കറൻറ്റ് അച്ചീവ്മെൻറ്റ്. എന്താണ് റിവ്യൂ? ഒരു ടൈം സീരീസ് അനാലിസിസ് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്കൊരു കറൻറ്റ് അച്ചീവ്മെൻറ്റിൻ്റെ റിവ്യൂ നമുക്ക് നോക്കാമെന്ന് പറയും. അറ്റ് പ്രസൻറ്റ് എന്താണെന്നുള്ളത് നമുക്ക് ഈ ടൈം സീരീസ് അനാലിസിസ് കൂടെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നോക്കുക, എക്സ്ചേഞ്ച് റേറ്റ്. ഇപ്പോൾ എനിക്ക് ഒരു എക്സ്ചേഞ്ച് റേറ്റ് അറിയണം. ഒരു ഡോളറിന് എത്ര ഇന്ത്യൻ റുപ്പീസ് ഉണ്ട് എന്നുള്ളത്. ഓക്കെ, അതൊരു ടൈം സീരീസ് അനാലിസിസ് ആണ്. നമുക്കറിയാം ഗ്രാഫ് വെച്ചിട്ട്. ഇപ്പം ഇന്ന് 12 മണിക്ക് ഇതിന് 76 രൂപയായിരുന്നു ഒരു ഡോളറിന്. ഓക്കെ, വീണ്ടും കൂടി, വീണ്ടും നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ന് 3 മണി അഥവാ പുലർച്ചെ 3 മണിയാകുമ്പോൾ അതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 75.8 അല്ലെങ്കിൽ 75.9 ഒരു ഡോളറിൻ്റെ വില. അപ്പോൾ ഇതൊരു കറൻറ്റ് വാല്യൂ ആണ്. നമ്മൾ എപ്പോഴാണോ ചെക്ക് ചെയ്യുന്നത് അപ്പോഴത്തെ വാല്യൂ. ഓക്കെ, ഇത് മനസ്സിലാക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, ടൈം സീരീസ് അനാലിസിസ് നമുക്ക് യൂസ് ചെയ്യാം. ഇനി അടുത്തത് നോക്കാം, ഫോർകാസ്റ്റിംഗ് ദ ട്രേഡ് സൈക്കിൾ. ഈ ഫോർകാസ്റ്റിംഗ് ദ ട്രേഡ് സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റും എന്തായിരിക്കും അടുത്തത്. ഇപ്പം ട്രേഡ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും ചിലപ്പോൾ 4 സ്റ്റേജ് ഉണ്ടാവും. എപ്പോഴും ഒരു ബിസിനസ് എന്തായിരിക്കില്ല, പ്രോഫിറ്റ് ആയിരിക്കില്ല. ഓക്കെ, ഇത് ഒരു ബിസിനസ് നല്ല രീതിയിൽ പോയത് അത് ഏറ്റവും ടോപ്പിലെത്തും. അതിന് നമ്മൾ പറയുന്ന ബൂം എന്ന് പറയുന്നു, അറ്റ് ഹയസ്റ്റ് ഏറ്റവും നല്ല പൊസിഷൻസ്. പിന്നെ ആ പൊസിഷന് വീണ്ടും അത് കൂടുന്ന പിന്നെ എന്ത് ചെയ്യുന്നു, അത് താഴോട്ട് വരാൻ തുടങ്ങും റിസഷൻ. ആ താഴോട്ട് വന്നു അത് ഏറ്റവും മോശമായ സമയത്തെത്തും ഡിപ്രഷൻ. പിന്നെയും ഈ മോശമായ സമയം കുറേ കാലം നിൽക്കില്ല, കുറച്ച് കാലം നിൽക്കുള്ളൂ. വീണ്ടും എന്ത് ചെയ്യും, അത് റിക്കവറി ഇങ്ങനെ പൊങ്ങാൻ തുടങ്ങും. പൊങ്ങിയിട്ട് വീണ്ടും അതെത്തും, ബൂമിലെത്തും. അങ്ങനെ ഒരുപാട് 4 സ്റ്റേജുകളുണ്ട് ട്രേഡ് സൈക്കിൾ. എനിവേ, നമുക്ക് ഈ ടൈം സീരീസ് അനാലിസിസ് ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ ട്രേഡ് സൈക്കിൾ ഇതിൻ്റെ അടുത്ത സ്റ്റേജ് അല്ലെങ്കിൽ നമ്മൾ എവിടെ എത്തിയിട്ട് നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇപ്പം ചില ട്രെൻഡുകൾ ഇപ്പം നമുക്കറിയാം കോവിഡ്. ഓക്കെ, കൊറോണ വൈറസിൻ്റെ പ്രശ്നം കൊണ്ട് എക്കണോമി എന്താണ് നമുക്ക് ക്ലിയറായിട്ട് എന്ത് ചെയ്യാം, ഫോർകാസ്റ്റ് ചെയ്യാം. എന്തുപയോഗിച്ചിട്ട് ഈ ടൈം സീരീസ് അനാലിസിസ് വെച്ചിട്ട് ചെയ്യാം. പിന്നെ അടുത്തത് ടു സ്റ്റഡി ഓഫ് പാസ്റ്റ് ബിഹേവിയർ. ഓക്കെ, ഈ ടൈം സീരീസ് അനാലിസിസ് വെച്ചിട്ട് നമുക്ക് സ്റ്റഡി ഓഫ് പാസ്റ്റ്, നമ്മൾ കഴിഞ്ഞ കാലത്തെ എങ്ങനെ ആയിരുന്നു എന്ന് നമുക്ക് സ്റ്റഡി നടത്താൻ പറ്റും. ഇപ്പോൾ ഒരു നല്ലൊരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ പെട്രോളിൻ്റെ വില. ഈ പെട്രോളിൻ്റെ ഫ്യൂവൽ പ്രൈസസ് നമുക്കറിയാം ഇപ്പോൾ ദിവസേന കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എപ്പോൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പണ്ട് എങ്ങനെയായിരുന്നു എന്നുള്ള ഗ്രാഫാണ് കാണിക്കാം. ഓക്കെ, അപ്പോൾ 1990 ഇത്രയായിരുന്നു, 95 ഇത്ര വന്നു, 2000 ഇത്ര വന്നു, 2005 ഇത്ര വന്നു, ഇപ്പോൾ 2020 ഇത്ര വന്നു. അപ്പോൾ കമ്പയർ ചെയ്യാൻ നമ്മൾ എപ്പോഴും കാണിക്കുന്നത് എന്തായിരിക്കും, ഗ്രാഫായിരിക്കും. അല്ലെങ്കിൽ പാസ്റ്റ് ബിഹേവിയറിനെ പറ്റി പഠിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഗ്രാഫാണ്. ഇപ്പം മറ്റൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു കോളേജിൻ്റെ റിസൾട്ട്, ഒരു കോളേജിൻ്റെ അല്ലെങ്കിൽ ഒരു സ്കൂളിൻ്റെ പബ്ലിക് എക്സാം പാസ്സായവരുടെ റിസൾട്ട്, ഇത് കാണിക്കുന്നത് എന്താണ്, ഇതിൻ്റെ ഫസ്റ്റ് ഇത്രയായിരുന്നു, പാസ്റ്റ് ഇപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യാം, മുമ്പത്തെ വെച്ചാണ് കമ്പയർ ചെയ്യുക. അതൊരു ടൈം സീരീസ് ആണ്. ഇപ്പോൾ ഇത് തുടങ്ങിയ 1990 ഈ സ്ഥാപനത്തിൽ റിസൾട്ട് ഇത്ര, 2000 ഇത്ര, 2020, 2010 ഇത്ര, 2020 ഇത്ര. അപ്പോൾ ഒരു പാസ്റ്റ് സ്റ്റഡി നടത്താനും വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കാം, ഈ ടൈം സീരീസ് അനാലിസിസ് ഉപയോഗിക്കാം. അടുത്തത് പ്രെഡിക്റ്റ് ദ ഫ്യൂച്ചർ ബിഹേവിയർ. ഈ പ്രെഡിക്റ്റ് ദ ഫ്യൂച്ചർ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഏകദേശം സെയിം തന്നെയാണ്, പക്ഷേ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ഇനി അടുത്തത് എന്താണെന്ന്. വളരെ ഈസി ആയിട്ട് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഈ ടൈം സീരീസ് അനാലിസിസ് ഉപയോഗിക്കാം. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ
ഇന്ത്യയിൽ കൺഫേംഡ് കേസ് ഓഫ് കോവിഡ് നിങ്ങൾക്കറിയാം. ഈ ഗ്രാഫ് നോക്കാം. ജനുവരിയിൽ എന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഇതിൻ്റെ കൺഫേംഡ് കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വളരെ കുറവായിരുന്നു. വളരെ കുറഞ്ഞു. ഫെബ്രുവരി കുറഞ്ഞു, മാർച്ച് ആകുമ്പോൾ കൂടി വന്നു, ഏപ്രിൽ ആകുമ്പോൾ ഇങ്ങനെ വന്നു, മെയ് ജൂൺ വന്നു. ഇനി നിങ്ങൾക്കൊന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ എങ്ങനെയായിരിക്കും ജൂലൈ ഓഗസ്റ്റ് ഉറപ്പായിട്ടും എന്തായിരിക്കും? ഇതിൻ്റെ ഗ്രാഫിൻ്റെ ലൈന് മുകളിലേക്കായിരിക്കും. ഇതൊരു ഫോർകാസ്റ്റിംഗ് ആണ്. നമ്മുടെ എക്കണോമിക് വ്യൂ ഉപയോഗിച്ചിട്ട് നമ്മൾ അതിൻ്റെ ഒരു ഫോർകാസ്റ്റിംഗ് നടത്താണ്. ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ ഈ ഗ്രാഫ് കാണാതെ പറയാൻ പറ്റില്ല. ഈ ഗ്രാഫ് നമ്മൾ മുന്നിൽ നമുക്ക് കൃത്യമായിട്ട് പറയാം ഇതിൻ്റെ സ്പീഡ്. പക്ഷേ നല്ല എക്സ്പേർട്ടുകളെല്ലാം പറയും എത്രയാവും. ഇപ്പം ഇത് ജൂൺ ആണെങ്കിൽ ജൂലൈയിൽ എത്രയാവും അവർ കൃത്യമായിട്ട് പറയും. ഓഗസ്റ്റിൽ എത്രയാവും അവർ കൃത്യമായിട്ട് പറയും. ഇതിൻ്റെ എക്സ്പേർട്ടുകൾ അവരെല്ലാം ഉപയോഗിക്കുന്നത് എന്താണ്? ഈ ടൈം സീരീസ് അനാലിസിസ് ആണ് ഉപയോഗിച്ചിട്ടാണ് ഇതിനെ ചെയ്യുന്നത്. ഇനി ഫെസിലിറ്റി കമ്പാരിസൺസ്. അടുത്തത് ഫെസിലിറ്റേറ്റ് കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ താരതമ്യം ചെയ്യാൻ, രണ്ട് കാര്യങ്ങളിൽ താരതമ്യം ചെയ്യാനും വേണ്ടി ഏറ്റവും നല്ലൊരു ടൂളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ടൈം സീരീസ് അനാലിസിസ് ആണ്. നമ്മൾ ചെക്ക് ചെയ്യാം. ഇതൊരു 2 അല്ല, 2, 3, 4, 5 എന്തായാലും. ഇപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ COVID-19 പോസിറ്റീവായ അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് സ്റ്റേറ്റുകളെ കമ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഗ്രാഫാണ്. ടൈം സീരീസ് അനാലിസിസ് ആണ്. അപ്പം ഇതിൽ കാണിക്കുന്നതിൽ നിങ്ങൾക്കറിയാം ഓരോ സമയത്ത് ഇതൊരു സമയമാണ്, ടൈമിംഗ് ആണ്. ഇപ്പം ഇത് നമ്പർ ഓഫ് കേസുകൾ. ഓക്കെ, ഇത് ഓരോ സ്റ്റേറ്റുകളാണിത്. ഓക്കെ, ഇത് ഓരോ ട്രെൻഡാണ്. 2 days 3 days 4 days ഇതിൻ്റെ ഗ്രാഫ് കാണിക്കുന്നത്. അപ്പം ഇതിൽ നമുക്കെല്ലാം കമ്പയർ ഇതിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം മഹാരാഷ്ട്രയാണ് ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് പോകുന്നത്. ഇത് മറ്റേ ഇപ്പം നമ്മൾ കേരള എവിടെ വരുന്നത്? കേരളത്തിൻ്റെ നോക്കാം. അതോ കേരളം ഏറ്റവും താഴെ വരുന്നത് ഇതാണ് കേരളത്തിൻ്റെ നമ്പർ ഓഫ് വളരെ കുറവാണ്. എന്നാൽ മഹാരാഷ്ട്ര 10,000-ന് മുകളിലേക്ക് വന്നിട്ടുണ്ട് മാർച്ച് ഇങ്ങനെ വരുന്ന സമയത്ത്. ഓക്കെ, ഓരോ 10 ദിവസം കൂടുന്ന സമയത്ത്. അപ്പോൾ ഇതിനെല്ലാം നമുക്ക് കമ്പയർ ചെയ്യാനും നമുക്ക് എന്ത് ചെയ്യാം? ഈ ടൈം സീരീസ് അനാലിസിസ് നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാം. അപ്പം ഈ ഒരു ഭാഗം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് ടൈം സീരീസ് അനാലിസിസ്, അല്ലെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സ് ഓഫ് ടൈം സീരീസ് അനാലിസിസ്, അല്ലെങ്കിൽ ടൈം സീരീസ് അനാലിസിസ് എങ്ങനെയാണ് നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കുക എന്ന ഭാഗം ഈ ഭാഗത്തുണ്ട്. ഇനി അടുത്ത ഭാഗമാണ് കോമ്പോണൻസ് ഓഫ് ടൈം സീരീസസ്. ഈ കോമ്പോണൻസ്, ഒരു ടൈം സീരീസിൻ്റെ എന്താണ് ഈ കോമ്പോണൻസ് എന്ന് ആദ്യം നോക്കാം. ക്യാരക്ടറിസ്റ്റിക്സ്, മൂവ്മെൻറ്റ് ഓർ ഫ്ലക്ച്വേഷൻ ഓഫ് ടൈം സീരീസ് ഹിയർ ടു ബേസിക്കലി ഫോളോയിങ് കോമ്പോണൻസ്. ഒരു ടൈം സീരീസിൻ്റെ ഫ്ലക്ച്വേഷൻസ്, ഒരു ചേഞ്ചസ്, അത് ഒരുപാട് ക്യാരക്ടർ ഡിപ്പെൻസ് ആയിരിക്കും. ഓക്കെ, ആ ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ 4 കോമ്പോണൻസ് ആയി തിരിച്ചിരിക്കാം. ഓക്കെ, ഫസ്റ്റത്തത് സെക്കുലർ ട്രെൻഡ്. ഓക്കെ, ഈ സെക്കുലർ ട്രെൻഡാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് വരുന്നത്. ഈ സെക്കുലർ ട്രെൻഡിൻ്റെ ഒരു മോർ എക്സ്പ്ലനേഷനാണ് നമ്മുടെ അടുത്ത നെക്സ്റ്റ് 2 ടോപ്പിക്സ് കണ്ടിന്യൂസ് ആയി വരുന്നത്. ഓക്കെ, സെക്കുലർ ട്രെൻഡ് ഞാൻ എന്താണ് അതിലേക്ക് വരാം. രണ്ടാമത്തെ സീസണൽ വേരിയേഷൻ എനിക്കറിയാം, പേരിൽ തന്നെ ഉണ്ട്. ഓരോ സീസണിൽ വരുമ്പോൾ ഉണ്ടാകുന്ന വേരിയേഷൻസിനെ കൃത്യമായി കാണിക്കാമെന്നാണ് അത് വരുന്നത്. മൂന്നാമത്തെ സൈക്ലിക്കൽ വേരിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ്. അത് ഇതിന് നേരെ പറയുന്നു ബിസിനസ് ട്രേഡ് സൈക്കിൾ. ഓക്കെ, ഈ ട്രേഡ് സൈക്കിൾ എന്നാണ്ട് എപ്പോഴും ഒന്നായിരിക്കില്ല, ഒന്നിൽ നിന്ന് വീണ്ടും അതിലേക്ക് മാറും, വീണ്ടും മാറി ഇതൊരു റൗണ്ട് ആയിരിക്കും, സൈക്ലിക്കൽ. ഓക്കെ, അത് ഞാൻ വീണ്ടും വിശദീകരിച്ച് പറയാം. പിന്നെ ഇറഗുലർ വേരിയേഷൻ, ഒരു കാരണമില്ലാതെ ചിലപ്പം പെട്ടെന്നാവാം, പെട്ടെന്ന് നമ്മൾ അൺഎക്സ്പെക്റ്റഡ് സിറ്റുവേഷനിൽ എന്ത് വരാം, പെട്ടെന്ന് താവാം അല്ലെങ്കിൽ പെട്ടെന്ന് പൊങ്ങാം. അതാണ് ഇറഗുലർ വേരിയേഷൻസ്, അതും ഞാൻ പറയാം. ഓക്കെ, അപ്പം ഇതൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് സെക്കുലർ ട്രെൻഡ് ഓർ ട്രെൻഡ്. ഓക്കെ, ഈ സെക്കുലർ ട്രെൻഡ് എന്ന് പറയുന്നത് സെക്കുലർ ട്രെൻഡ് ഈസ് എ മെയിൻ കോമ്പോണൻസ് ഓഫ് ടൈം സീരീസ്. അത് ഞാൻ പറഞ്ഞു, ടൈം സീരീസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കോമ്പോണൻസ് ആണ് സെക്കുലർ ട്രെൻഡ്. ഇറ്റ്സ് എ റിസൾട്ട് ഓഫ് ലോങ് ടേം എഫക്റ്റ് ഓഫ് സോഷ്യോ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഫാക്ടർ. ഈ ഒരു ലോങ് ടേം എഫക്റ്റാണ് സോഷ്യോ എക്കണോമിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് എല്ലാ മേഖലയിലും ഇത് ബാധിക്കുന്ന ഒരു ലോങ് ടേം റിസൾട്ടാണ് ഇതിൽ ഉണ്ടാകുന്നത്. ദിസ് ട്രെൻഡ് മേ ബി ഷോ ദ ഗ്രോത്ത് ഓഫ് ഡിക്ലൈൻ അറ്റ് ദ ടൈം സീരീസ് ഓവർ ലോങ് ഓഫ് പീരിയഡ്. ഗ്രോത്ത് ഓർ ഡിക്ലൈൻ രണ്ടും കാണിക്കാം, പൊങ്ങുന്നതും കാണിക്കാം, താഴ്ന്നതും കാണിക്കാം, ടൈം ഓവർ ലോങ് പീരിയഡ് ഓഫ് ടൈം. The secular trend can be either upward or
ഡൗൺവേർഡ്. ഈ സെക്കുലർ ട്രെൻഡ്, അപ്പോൾ ഈ സെക്കുലർ ട്രെൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മെയിൻ കോമ്പോണൻസ് ആണ്. ഈ ലോങ് ടേം എഫക്റ്റ് ഓഫ് സോഷ്യൽ, ഇതൊരു ലോങ് ടേം എഫക്റ്റാണ് ഇതിൽ വരുന്നത്, സോഷ്യോ എക്കണോമിക് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സിനെ കാണിക്കുന്നത്. അപ്പോൾ ഈ ട്രെൻഡ് രണ്ട് രീതിയിലുണ്ടാവും. ഒന്ന് ഇതിൻ്റെ അപ്വേർഡ് ട്രെൻഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡൗൺവേർഡ് ട്രെൻഡ് ആയിരിക്കാം. അത് ഞാൻ കാണിച്ചു തരാം. അപ്വേർഡ് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് അപ്വേർഡ് ട്രെൻഡ്. അഥവാ ടൈം ഓരോ മാസം കഴിയും, അല്ലെങ്കിൽ ഓരോ വർഷം, അല്ലെങ്കിൽ ഓരോ ദിവസം കഴിയുമ്പോൾ അത് മുകളിലേക്ക് പോകുന്ന ട്രെൻഡാണ് അപ്വേർഡ് ട്രെൻഡ്. ഡൗൺവേർഡ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഓരോ സമയം കഴിയുമ്പോഴും അത് താഴോട്ടേക്ക് പോകുന്നതാണ് ഡൗൺവേർഡ് ട്രെൻഡ്. ഓക്കെ, അപ്പോൾ ഇത് പറയുന്നത് ഒരു ലോങ് ടേം ട്രെൻഡാണെന്ന് പറഞ്ഞത്. അപ്പോൾ മാസമാണ്, സെക്കൻഡ് ഒന്നും ഇതിലുണ്ടാവില്ല. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, അല്ലെങ്കിൽ ഓരോ ഇയർ 2019, 20, 21, 22 ഒരു ലോങ് ടേം ട്രെൻഡിലാണ് ഈ ഒരു സെക്കുലർ ട്രെൻഡ് കാണിക്കുന്നത്. ഇനി രണ്ടാമത്തെ സീസണൽ വേരിയേഷൻസ്. എന്താണ് സീസണൽ വേരിയേഷൻസ്? ഈ പേര് കേട്ട് തന്നെ അറിയാം നമുക്ക്. ദീസ് ആർ ഷോർട്ട് ടേം മൂവ്മെൻറ്റ്. ഒരു ഷോർട്ട് ടൈം ഒരു സീസൺ എന്ന് പറഞ്ഞാൽ, സീസൺ എന്നാൽ ഷോർട്ട് ടൈമാണ്. ഇപ്പോൾ മഴക്കാലം എന്ന് പറഞ്ഞാൽ 2-3 മാസം, ഓക്കെ, അല്ലെങ്കിൽ മഞ്ഞുകാലം എന്ന് പറഞ്ഞാൽ ഇത്ര മാസം. അപ്പം ഒരു ഷോർട്ട് ടേം മൂവ്മെൻറ്റ് ഒക്കർ ഇൻ ദ ഡാറ്റ ഡ്യൂ ടു ദ സീസണൽ ഫാക്ടേഴ്സ്. ദ ഷോർട്ട് ടൈം ജനറലി കൺസിഡർഡ് ഫോർ ദ പീരീഡ് ഓഫ് വിച്ച് ചേഞ്ചസ് ഒക്കേർഡ് ഇൻ ദ ടൈം സീരീസ് വേരിയേഷൻ വെദർ ഓഫ് ഫെസ്റ്റിവിറ്റി. അപ്പോൾ ചില സീസണിലേക്ക് മാത്രം, അല്ലെങ്കിൽ ഫെസ്റ്റിവൽ സീസൺ, റെയിൻ സീസൺ, അങ്ങനെ ഒരു വെതർ ചേഞ്ച് ചെയ്യുന്ന സീസൺ, ഈ സീസൺ അത് ഷോർട്ട് ടൈമിലേക്ക് കാണിക്കുന്ന ഒരു ഫാക്ടറിൽ വരുന്ന വേരിയേഷനെ കാണിക്കാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഈ ഒരു കോമ്പോണൻസ് ഉപയോഗിക്കുന്നത്, സീസണൽ വേരിയേഷൻസ്. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. അംബ്രല്ല പ്രൊഡക്ഷൻ എന്നാൽ എന്തായിരിക്കും? ഈ മഴക്കാലത്ത് മാത്രം ഇതിൻ്റെ ട്രെൻഡ് അപ്പായിരിക്കും, പിന്നെന്ത് ചെയ്യും, അത് കുറയും. പിന്നെ വരുന്നത് ഐസ്ക്രീം തരാൻ ചില സമയങ്ങളിൽ, അല്ലെങ്കിൽ ഹോട്ടിലേക്ക് ഭയങ്കര ഡിമാൻഡായിരിക്കും, ഇതിൻ്റെ ഭയങ്കര അപ്പായിരിക്കും. എന്നാൽ അത് കൂൾ ടൈം അല്ലെങ്കിൽ റെയിനി ടൈമിൽ അതിൻ്റെ ഡിമാൻഡ് എന്തായിരിക്കും, കുറയും. ഓക്കെ, അപ്പം ഇതാണ് സീസണൽ വേരിയേഷൻസ് കാണിക്കുന്നത്. പിന്നെ മൂന്നാമത്തെ സൈക്ലിക്കൽ വേരിയേഷൻ ഞാൻ പറഞ്ഞു, അത് ലോങ് ടേം. ഇതൊരു ലോങ് ടേം ആണ്. ഇപ്പം ഒരു ബിസിനസ് ഒരുപാട് നല്ല ലാഭത്തിലേക്ക് വരാൻ കുറേ സമയം എടുക്കും. ഇത്ര പെട്ടെന്നൊന്നും ഒരു ബിസിനസ് ഒരു ലാഭത്തിലേക്ക് വരില്ല. ഒരു 6-7 മാസം എടുത്ത്, അല്ലെങ്കിൽ 6-7 വർഷമൊക്കെ എടുത്തിട്ടാണ് ഒരു ബിസിനസ് ഒരു ഹയസ്റ്റിലേക്ക് വരിക. പിന്നെ ഹയസ്റ്റ് കുറച്ചേരം കണ്ടിന്യൂ ചെയ്യുള്ളൂ. പിന്നെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങനെ താവാൻ തുടങ്ങും. പിന്നെ ഏറ്റവും താഴെത്തും, വീണ്ടും അതെന്ത് ചെയ്യും, പൊങ്ങാൻ തുടങ്ങും. അതാണ് ഒരു 4 സ്റ്റേജസ്, അഥവാ ബിസിനസ് സൈക്കിളിന് 4 സ്റ്റേജസ്. ഇനിയിപ്പോൾ അത് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനായാലും ശരി, ബിസിനസ് സ്ഥാപനങ്ങളായാലും ശരി, എല്ലാം ഈ ഒരു 4 സ്റ്റേജിലാണ് പോകുന്നത്. പക്ഷേ ചിലത് ഒരുപാട് വർഷങ്ങളെടുക്കും അത് ടോപ്പിലെത്താൻ, ചിലത് ഒരുപാട് വർഷങ്ങളെടുക്കും അത് താഴെത്താൻ. എന്നാലും ആ താഴെത്തിയാൽ വീണ്ടും അതെന്ത് ചെയ്യും, റിക്കവർ ചെയ്യും. ഇനി ടോപ്പിലെത്തിയ ഗ്രോത്ത് ഹൈ ആയാൽ പോലും വീണ്ടും അതെന്ത് ചെയ്യും, താഴോട്ട് വരും. ഓക്കെ, അപ്പോൾ അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അതാണ് സൈക്ലിക്കൽ വേരിയേഷൻസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ. അപ്പം ഈ സൈക്ലിക്കൽ വേരിയേഷൻസിൻ്റെ നോക്കുക, ഇപ്പം ഇതിൽ കാണിക്കുന്ന പോലെ ഈ ടൈം എന്ന് പറഞ്ഞാൽ ലോങ് ടൈം ആണ് കാണിക്കുന്നത്. അഥവാ ഒരിക്കലും ഇതൊരു മാസമോ 2 മാസമോ അല്ല ഇവിടെ കാണിക്കുക. ഇവിടെ 10 വർഷം അല്ലെങ്കിൽ 20 വർഷമൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഗ്യാപ്പ് കാണിക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം ഇതിങ്ങനെ ബൂമായിട്ട് പോരാ ഹയസ്റ്റ് പീക്ക് പോയിന്റിലെത്തും, പിന്നെ താവാൻ തുടങ്ങും. ബിസിനസ് ഇങ്ങനെ താവാൻ തുടങ്ങി, റിസഷൻ വന്നു. ഈ ഒരു പോയിൻ്റാണ് ട്രോട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഡിപ്രഷനെത്തും, ഏറ്റവും സ്ലം ഏരിയയിലെത്തും. വീണ്ടും എന്ത് ചെയ്യും, അത് അവർ റിക്കവർ ചെയ്തിട്ട് പോയിട്ട് എക്സ്പാൻഷൻ ചെയ്തിട്ട് വീണ്ടും പീക്കിലെത്തും, വീണ്ടും റിസഷൻ. അതാണ് സൈക്ലിക്കൽ വേരിയേഷൻ എന്ന കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. അവിടെ ഉപയോഗിക്കുന്ന നമുക്കറിയാം ടൈം സീരീസ്. ടൈം എത്ര വർഷങ്ങൾ എടുത്തിട്ടാണ് ഇത് മാറ്റം. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്ത് ഇതിങ്ങനെ താഴോട്ട് പോവാണ്. ഹയസ്റ്റ് എന്ന പീക്ക് റിസഷൻ പോകുന്ന ഇവിടെ ഏകദേശം ഡിപ്രഷനിലെത്തി, മൈനസ് വരെ എത്താൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇനി കുറച്ച് കാലം കഴിയുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും, അത് ജസ്റ്റ് വീണ്ടും റിക്കവർ ചെയ്യാൻ തുടങ്ങും. അടുത്ത ലാസ്റ്റത്തത് ഇറഗുലർ വേരിയേഷൻസ്. ഇറഗുലർ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ ദർ ആർ സഡൻ ചേഞ്ചസ് ഒക്കേറിങ് ഇൻ എ ടൈം സീരീസ് വിച്ച് ആർ അൺലൈക്ലി ടു ബി റിപ്പീറ്റഡ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില കാരണങ്ങളാൽ പെട്ടെന്നൊരു വേരിയേഷൻ വരും. ഓക്കെ, അത് ഇറഗുലറാണ്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ചിലപ്പോൾ മുകളിലേക്ക് പോകാം, ചിലപ്പോൾ താഴോട്ട് പോകാം. അങ്ങനത്തെ ട്രെൻഡിനെ കാണിക്കുന്നതാണ് ഈ ഇറഗുലർ വേരിയേഷൻ. അത് നമ്മുടെ എവിടെ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഈ ട്രെൻഡിലോ സീസണിലോ സൈക്ലിക്കിലോ ഒന്നും ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അങ്ങനത്തെ ഒരു കോമ്പോണൻസ് ആണ് ഇറഗുലർ വേരിയേഷൻ. ഞാനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം.
ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ പറയാം. ഇവിടെ കണ്ടോ, ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഡൗൺ ആക്കി വന്നു. ഇപ്പം ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ഈ സമയം തന്നെ കോവിഡ്. ഓക്കെ, കോവിഡിൻ്റെ സമയത്ത് എനിക്കറിയാം കഴിഞ്ഞ ഏപ്രിൽ വരെ ഏറ്റവും എല്ലാ ബിസിനസ്സും നല്ല ഒരു മൂവ്മെൻറ്റ് പോയിരുന്നു. ചിലപ്പോൾ ചെറിയ ചേഞ്ചുകൾ ചെറിയ താഴ്ചകൾ ഉണ്ടാവും, എന്നാൽ ഉയർച്ച ഉണ്ടായേക്കാം ഏപ്രിൽ വരെ അല്ലെങ്കിൽ മാർച്ച് പകുതി വരെ. മാർച്ച് പകുതിന് ശേഷം പെട്ടെന്ന് എന്ത് ചെയ്തു, ഈ കോവിഡ് വന്നു, എല്ലാവരും ലോക്ക്ഡൗൺ ആയി. ഈ ലോക്ക്ഡൗൺ ആയ സമയത്ത് പ്രൊഡക്ഷനും എല്ലാ ആക്ടിവിറ്റീസും ഡൗൺ ആയിട്ട് എല്ലാം പെട്ടെന്ന് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പെട്ടെന്ന് താഴോട്ട് വന്നു. ഓക്കെ, അതാണ് ഇറഗുലർ വേരിയേഷൻസ്. അത് ഇറഗുലറാണ്. ഇനി പ്രളയം വന്നു, പ്രളയം വരുമ്പോൾ എന്തായിരുന്നു സംഭവിച്ചിരുന്നത്, ആ മേഖലയിലെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് താഴും. പിന്നെ വീണ്ടും ഇതിലേക്ക് വന്നു, വീണ്ടും മൂവ്മെൻറ്റ് വന്നു. അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇറഗുലർ വേരിയേഷൻ എന്ന് പറയുന്നു. അപ്പം ഞാൻ ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ ഇപ്പോൾ ഇന്നെടുത്ത ഭാഗങ്ങൾ ക്ലിയർ ആയിരിക്കുക. നമ്മുടെ ഫസ്റ്റ് ഭാഗം എന്താണ് ടൈം സീരീസ് എന്ന് പറഞ്ഞു. ഈ ടൈം സീരീസ് അനാലിസിസ് എക്കണോമിക്സിൽ എങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഈ ടൈം സീരീസ് അനാലിസിസിൻ്റെ കോമ്പോണൻസ് അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ ടൈം സീരീസ് അനാലിസിസ് പഠിക്കുന്നു, അതിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു. അതിനുശേഷം നമ്മൾ ടൈം സീരീസിൻ്റെ കോമ്പോണൻസ് പറഞ്ഞു. കോമ്പോണൻസ് 3 ഭാഗങ്ങളാണ് കൃത്യമായി പഠിച്ചത്. ശ്രദ്ധിക്കുക. ഒന്ന്, എന്താണ് ടൈം സീരീസ് അനാലിസിസ് പറഞ്ഞു. രണ്ടാമത്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറഞ്ഞു. അതിൻ്റെ എന്തൊക്കെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറഞ്ഞു. പ്രധാനമായിട്ടും 5 ഫീച്ചേഴ്സാണ് ഞാൻ പറഞ്ഞത്. അത് നോട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു, അല്ലെങ്കിൽ വീണ്ടും രണ്ടേഷം അത് എഴുതി വെക്കുക. പിന്നെ പറഞ്ഞത് കോമ്പോണൻസ് ആണ്. 4 കോമ്പോണൻസ് പറഞ്ഞു. പിന്നെ ട്രെൻഡ് പറഞ്ഞു, സീസൺ പറഞ്ഞു, പിന്നെ ഇറഗുലർ പറഞ്ഞു, അതിനു മുമ്പായിട്ട് സൈക്ലിക്കൽ. ഓക്കെ, ഈ 4 വേരിയേഷൻസ് പറഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ട്രെൻഡ്, അതായത് ഫസ്റ്റത്തെ കോമ്പോണൻസിനെ ഒരു എലാബറേറ്റ് ചെയ്താണ് പഠിക്കുന്നത് അടുത്ത 2 ഭാഗങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഭാഗത്തിന് നോട്ട് ഞാൻ തരും, മറ്റത് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സിൽ കാണാം.